വാഫി വിവാദം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ബഹാവുദ്ദീൻ ഉസ്താദാണ്. വാഫി വിവാദവുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഒരു സമിതിയെ നിയോഗിച്ചു. അതിൽ ബഹാവുദ്ദീൻ ഉസ്താദും മുസ്തഫൽ ഫൈസിയും അടക്കമുള്ള ചിലർ അംഗങ്ങളായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ സമിതി കൂടിയിരുന്ന് പഠനം നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അയാളുടെ പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഹമീദ് ഫൈസി അമ്പലക്കടവിന് പറയാൻ കഴിയുമോ ഞാനല്ല, ബഹാവുദ്ദീൻ ഉസ്താദാണ് അത് തയ്യാറാക്കിയത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ? ഒളിയമ്പുകളയക്കുന്ന ഗുണ്ടകളെ വിടുന്നതിന് പകരം സ്വന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഉസ്താദിനെതിരെ വളരെ രൂക്ഷമായ തരത്തിൽ പ്രതികരണങ്ങൾ വരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി സമസ്തയുടെ വക്കീലെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആ കൊടും കുറ്റവാളി ലക്ഷക്കണക്കിന് രൂപ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിയെടുത്തെന്നും അതിന്റെ പേരിൽ അറസ്റ്റിലായെന്നും കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ റിപ്പോർട്ട് ചെയ്ത അതേ പ്രതി ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരിക്കൽ കൂടി തൊയ്യും ഉദവി എന്ന് പറയുന്ന ആ മനുഷ്യനെ. നിങ്ങളത് തെളിയിക്കുക തന്നെ വേണം. ഇന്നുവരെ ഉസ്താദ് ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലോ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യുന്നതിലോ റിപ്പോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ അരവരി ഉസ്താദിൻ്റെതായി ആ റിപ്പോർട്ടിലോ കുറ്റപത്രത്തിലോ കുറിപ്പിലോ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാഫി വിവാദം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ബഹാവുദ്ദീൻ ഉസ്താദാണ്. വാഫികൾക്കെതിരെയുള്ള സമസ്തയുടെ പേരിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയതും അത് എഡിറ്റ് ചെയ്ത് വളരെയധികം തീവ്രതയുള്ള തരത്തിലേക്കാക്കി മാറ്റിയതും ബഹാവുദ്ദീൻ ഉസ്താദാണ് എന്ന തരത്തിൽ 2022 മുതൽ ഈ പ്രചാരണം വളരെ ശക്തമാണ്. അന്ന് അത് പേരില്ലാത്ത ചില ഫേസ്ബുക്കിലെ വ്യാജ ഐഡികളിലൂടെയും സംഘടനയുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത ചിലരുടെ ഓപ്പൺ വാളുകളിലുമാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ആയതിനാൽ തന്നെ അതിന് മറുത്തുള്ള ഒരു പ്രതികരണങ്ങളും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു. ബഹാവുദ്ദീൻ ഉസ്താദ് വാഫി വിരോധിയാണ്, വാഫി വിവാദം കത്തിച്ചു നിർത്തിയത് ഉസ്താദാണെന്ന തരത്തിൽ പ്രചാരണം ചിലരൊക്കെ തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്തു. എന്നാൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപയുടെ വിദ്യാഭ്യാസ തട്ടിപ്പ് നടത്തിയതിന് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്ന സമസ്തയുടെ വക്കീലെന്ന് സ്വയം പരിചയപ്പെടുത്തി നടക്കുന്ന ഒരു വിദ്വാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശം കേൾക്കാനിടയായി. വളരെ കൃത്യമായി തീയതികളടക്കം പറഞ്ഞ് ബഹാവുദ്ദീൻ ഉസ്താദാണ് വാഫി വിവാദത്തെ കത്തിച്ചു നിർത്താൻ അത്രയധികം പണിയെടുത്തതെന്നും വാഫി വിരോധം സമസ്തയുടെ അണികളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും ശക്തമായി വർക്ക് ചെയ്തത് ഞങ്ങളുടെ വന്യഗുരു ബഹാവുദ്ദീൻ ഉസ്താദാണെന്നും അയാൾ തറപ്പിച്ചു പറയുന്നു. ഇതിനെ തുടർന്ന് ബഹാവുദ്ദീൻ ഉസ്താദിനെ ബന്ധപ്പെട്ടു ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഉസ്താദിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. വാഫി വിവാദം കൊടുമ്പിരി കൊള്ളുന്നത് 2022-ലാണ്. 2022 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്ന് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡി കൂടിച്ചേർന്ന് അതിൽ നിന്നും വാഫി വിവാദവുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഒരു സമിതിയെ നിയോഗിക്കുന്നു. അതിൽ ബഹാവുദ്ദീൻ ഉസ്താദും മുസ്തഫൽ ഫൈസിയും അടക്കമുള്ള ചിലർ അംഗങ്ങളായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ സമിതി കൂടിയിരുന്ന് പഠനം നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലായി ചേളാരിയിൽ വെച്ച് നടന്ന മറ്റൊരു യോഗത്തിൽ, ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു യോഗത്തിൽ വെച്ച് അവിടെ ചിലർ ആദ്യമേ തയ്യാറാക്കിയ സമിതിയിലെ അംഗമായ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ അറിവോ സമ്മതമോ കൂടാതെ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു കുറിപ്പ് അവിടെ പ്രദർശിപ്പിക്കുകയും അത് എഡിറ്റ് ചെയ്യാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ ചിലർ അവിടെ നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ആ നിർദ്ദേശം പൂർണ്ണമായും ഉസ്താദ് അവറുകൾ തിരസ്കരിക്കുകയും അത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അയാളുടെ പേര് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. 2022 ജൂൺ മാസം 29-ാം തീയതി
3 പേരുടെ ഫേസ്ബുക്ക് വാളുകളിലൂടെ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ആ എഴുത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നു, പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ആ എഴുത്ത് ബഹാവുദ്ദീൻ ഉസ്താദാണ് തയ്യാറാക്കിയത് എന്ന് അന്നു തന്നെ ചിലർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് ആ കുറിപ്പിലെ വരികൾ വായിക്കുകയോ അത് എഡിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അതിന്റെ വാസ്തവം. ഞാൻ ഉസ്താദിനോട് ആവർത്തിച്ചു ചോദിച്ചു, ഉസ്താദ് അത് വായിക്കുകയെങ്കിലും ചെയ്തിരുന്നോ? ഉസ്താദ് അത് എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉസ്താദിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? ഉസ്താദ് പറഞ്ഞത് ഞാനായിട്ടത് വായിച്ചു നോക്കുകയോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നു തന്നെയാണ്. 2022 ജൂൺ 29 അത് പ്രത്യക്ഷപ്പെട്ടത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെയും സത്താർ പന്തല്ലൂരിന്റെയും വാളുകളിലാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഹമീദ് ഫൈസി അമ്പലക്കടവിന് പറയാൻ കഴിയുമോ ഞാനല്ല ബഹാവുദ്ദീൻ ഉസ്താദാണത് തയ്യാറാക്കിയത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ? ഒളിയമ്പുകളയക്കുന്ന ഗുണ്ടകളെ വിടുന്നതിന് പകരം സ്വന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഉസ്താദിനെതിരെ വളരെ രൂക്ഷമായ തരത്തിൽ പ്രതികരണങ്ങൾ വരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി സമസ്തയുടെ വക്കീലെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആ കൊടും കുറ്റവാളി ലക്ഷക്കണക്കിന് രൂപ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിയെടുത്തെന്നും അതിന്റെ പേരിൽ അറസ്റ്റിലായെന്നും കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വെളിപ്പെടുത്തിയ റിപ്പോർട്ട് ചെയ്ത അതേ പ്രതി തന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാരെയും സമസ്തയുടെ അണികളെയും ചൂഷണം ചെയ്ത് നടക്കുന്ന ആ വ്യക്തി ഉസ്താദിനെതിരെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പുറത്തുവിട്ട ആ ശബ്ദ സന്ദേശം മറ്റൊരു തരത്തിൽ സംഘടനാ ചാനലുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതിന്റെ കൂടെ SKSSFന്റെ ഇസ്തിഖാമ സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഔദ്യോഗികമായി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളുമായി യാതൊരു ബന്ധവും പുലർത്താത്ത ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്, ഈ പറയപ്പെട്ട വക്കീലിന്, കേസില്ലാ വക്കീലിന് ബഹാവുദ്ദീൻ ഉസ്താദിനോടും ആദിയയോടും ഉദവികളോടും തന്റെ സഹപാഠികളായ സഹപ്രവർത്തകരാവേണ്ടിയിരുന്ന ഉദവികളോടും മനസ്സിൽ കാലങ്ങളോളമായി സൂക്ഷിച്ചു വെച്ച വിദ്വേഷവും പകയുമുണ്ട്. അത് എടുത്തു പുറത്തിടാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം അയാൾ അത് ചിലവഴിക്കാറുണ്ട്. തന്റെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി നടത്തിക്കൂട്ടുന്ന കൊള്ളരതായ്മകളെ പിന്തുണക്കാത്ത ഒരു വിഭാഗമായി ദാറുൽ ഹുദയും ഹുദവിമാരും മാറി എന്നതു തന്നെയാണ് അതിന്റെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബഹാവുദ്ദീൻ ഉസ്താദിനെ സ്നേഹിക്കുന്നവരെ കൊണ്ട് പോലും ബഹാവുദ്ദീൻ ഉസ്താദാണ് സമുദായത്തിൽ സ്പർദ്ധ വളർത്താൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്ന് നുണപ്രചരണം നടത്തുകയാണ് അയാളുടെ ലക്ഷ്യം. ഞാൻ അയാളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ബഹാവുദ്ദീൻ ഉസ്താദാണ് ആലിക്കുട്ടി ഉസ്താദിനെ വിളിച്ച് നിങ്ങളുടെ പേരിൽ തന്നെ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞതും ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഇവർ കൊണ്ടുവന്ന് തയ്യാറാക്കിയ കുറിപ്പിൽ ഉസ്താദിന്റെ വകയായി ചില തീവ്രമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്നൊക്കെയാണ് ടിയാൻ തള്ളിവിട്ടത്. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരിക്കൽ കൂടി തൊയ്യിബ് ഉദവി എന്ന് പറയുന്ന ആ മനുഷ്യനെ. നിങ്ങളത് തെളിയിക്കുക തന്നെ വേണം. പൊതുസമൂഹത്തിനിടയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി സമൂഹത്തിനിടയിൽ ഐക്യം തകർക്കാൻ, ഫിത്തന നടത്താൻ നിങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അതിന് സ്വന്തം ഗുരുവര്യരെ തന്നെ കുരുതി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. വാഫി വിവാദവുമായി ബന്ധപ്പെട്ട് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്രതികരണം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. ഉസ്താദിനെ നിങ്ങളുടെ അനൈക്യ രൂപീകരണ സമ്മേളനങ്ങളിൽ പ്രഭാഷകനായി കാണാറുമില്ല. അതിന്റെ ചുരുക്ക് നിങ്ങൾക്കുണ്ടായേക്കാം. അത് തീർക്കേണ്ടത് പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാകരുത്. സമസ്തയും CIC-യും തമ്മിലുള്ള പ്രശ്നം അവിടെ നടക്കുന്നതിൽ ബഹാവുദ്ദീൻ ഉസ്താദാണ് അതിന് മുന്നിൽ നിന്നത് എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ഉസ്താദിനെ ഒറ്റുകാരനാക്കി മാറ്റുന്നത് മറ്റു ചില ഒറ്റുകാരുടെ, സമുദായത്തിനകത്ത് വിള്ളലുണ്ടാക്കി ലാഭം കൊയ്യാൻ ശ്രമം നടത്തുന്നവരുടെ മാത്രം ലക്ഷ്യമാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്.
ഉസ്താദിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ പോലും ഉസ്താദിനോടുള്ള വെറുപ്പ് സൃഷ്ടിക്കുക എന്നതു മാത്രമാണ് ആ ശബ്ദ സന്ദേശത്തിന്റെ ലക്ഷ്യമെന്നത് തീർച്ചയാണ്. സമസ്തയിൽ വാഫി വിവാദം വന്നതു മുതൽ ഇന്നുവരെ ഉസ്താദ് ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലോ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യുന്നതിലോ റിപ്പോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ അരവരി ഉസ്താദിൻ്റെതായി ആ റിപ്പോർട്ടിലോ കുറ്റപത്രത്തിലോ കുറിപ്പിലോ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു. അള്ളാഹു താല നമുക്കൊക്കെ സത്യം മനസ്സിലാക്കാനും സത്യത്തെ പുൽകാനും സത്യത്തിന്റെ കൂടെ നിൽക്കാനും തൗഫീക്ക് നൽകട്ടെ. ഐക്യത്തോടു കൂടി ഈ സമുദായത്തെ നയിക്കുന്ന നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കാൻ റബ്ബ് തആല നമുക്ക് ഒരിക്കൽ കൂടി തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.